ഹായ് ഓൾ. ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇതാ PSC പുറത്തുവിട്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ AMVA എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് PSC പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മളിത് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. ഏകദേശം നോട്ടിഫിക്കേഷൻ ഏപ്രിൽ മന്ത് അല്ലെങ്കിൽ മെയിൽ കാണുമെന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് PSC യോഗ തീരുമാനമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അത് മെയ് 30-ന് ആ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യം അവർ അനൗൺസ് ചെയ്തിരുന്ന അതനുസരിച്ച് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് അതിലെ വിശദ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. സ്കെയിൽ ഓഫ് ദ പേ 45,600 മുതൽ 95,600 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. വേക്കൻസീസ്, നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം വേക്കൻസീസ് ഇല്ല എന്നല്ല. എന്താണ്, നിലവിലുള്ള വേക്കൻസീസ് ഒക്കെ നിലവിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്, അതിൽ നിന്നായിരിക്കും അവരെടുക്കുന്നത്. അതുകൊണ്ടാണ് അവരിവിടെ ആൻറ്റിസിപ്പേറ്റഡ് എന്ന് വെച്ചിരിക്കുന്നത്. പക്ഷേ പൊതുവേ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം നല്ല വേക്കൻസീസ് കാണുന്ന ഒരു എക്സാം തന്നെയാണ് ഈ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ വേക്കൻസിയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ വേക്കൻസിയെ പറ്റിയുള്ള കാര്യത്തിൽ നല്ലൊരു ഐഡിയ കിട്ടും. അതായത് അവിടെ റിട്ടയർമെന്റും അല്ലെങ്കിൽ അവിടെ പ്രൊമോഷനും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും അവിടെ വേക്കൻസീസും പോസ്റ്റും ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പുതിയ പോസ്റ്റ് ക്രിയേഷൻസ് ഉൾപ്പെടെ ഉള്ളത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വേക്കൻസീസ് ഉള്ളൊരു പോസ്റ്റ്, നല്ല വേക്കൻസീസ് വരുന്നൊരു പോസ്റ്റ് തന്നെയാണ് AMVA എന്നുള്ള കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. അല്ലാണ്ട് ഇനി ഇതിന് വേക്കൻസീസ് കുറവായിരിക്കുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര വേക്കൻസീസ് നടന്നു ഇനി അങ്ങോട്ട് കുറവായിരിക്കും എന്നൊക്കെ മുൻവിധിയോടുകൂടി ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ നിൽക്കല്. നല്ല വേക്കൻസീസ് കാണും. അതൊരു 100 വേക്കൻസി ആണെങ്കിലും ഞാൻ ആ 100-ന്റെ അകത്ത് കാണും. ആ ഒരു ജോലി എനിക്കാണ് എന്നുള്ള വാശിയോടുകൂടി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഈ സമയത്തൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ്. ഏജ് ലിമിറ്റ് 21 to 40 ആണ്. ഓക്കെ, 40 ആക്കിയിട്ടുണ്ട് ഏജ് ലിമിറ്റ്. 3 to 5 years ഓഫ് ഏജ് റിലാക്സേഷനും ഉണ്ട്. ഓക്കെ, മറ്റ് കാറ്റഗറിക്ക് 3 to 5 years ഓഫ് ഏജ് റിലാക്സേഷനും ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ക്വാളിഫിക്കേഷൻസ് ആണ്. ക്വാളിഫിക്കേഷൻ നമുക്കറിയാം എന്താണ്, ഡിപ്ലോമയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 year ഡിപ്ലോമ ആയിരിക്കണം എന്നുള്ള കാര്യം ആണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്, ഒരു വാലിഡ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വേണം അല്ലേ. ഡ്രൈവിംഗ് എന്താണ്, ഹെവി ഗുഡ്സ് വെഹിക്കിൾ അല്ലെ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിളൊക്കെ ഓടിക്കാനുള്ളൊരു ഹെവി ലൈസൻസ് വേണം എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു 6 months തൊട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതിന് മുന്നേ തൊട്ട് പറയുന്നുണ്ട്. ഈ ഏപ്രിലത്തേക്കിന് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഹെവി ലൈസൻസുമായിട്ടൊക്കെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടവർക്കും അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഹെവി ലൈസൻസ് ഒക്കെ വെച്ചവർക്കും എന്താണ് ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ക്വാളിഫിക്കേഷനോട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനിയുള്ള ഫിസിക്കൽ ക്വാളിഫിക്കേഷനാണ്. ഹൈറ്റ് മെയിലിന് പറയുന്നത് 165 സെൻറ്റിമീറ്ററും ഫീമെയിലിന് 152 സെൻറ്റിമീറ്ററുമാണ് പറയുന്നത്. അതുപോലെ മെയിൽ കാൻഡിഡേറ്റ്സിന് 81 സെൻറ്റിമീറ്റർ ആണ് മിനിമം ചെസ്റ്റ് വിത്ത് എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം എന്നുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. വിത്തൗട്ട് ഗ്ലാസസ് കുറച്ച് ഈ പറയുന്ന ഒരു വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നിലവിലെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് നോക്കി പോകാം. എത്ര പേരാണ് അപ്ലൈ ചെയ്യുന്നത്, എത്രയ്ക്കായിരിക്കും കട്ട് ഓഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ആ ഒരു കട്ട് ഓഫ് തന്നെ ആയിരിക്കുമോ മാർക്ക് അല്ലെ ഈ പ്രാവശ്യം എന്നൊന്നും ഒരിക്കലും വിചാരിക്കല്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, നിങ്ങൾ എത്ര പേരുടെ അടുത്താണ് നിങ്ങൾ മത്സരിക്കുന്നത്, എന്തുമാത്രം മാർക്കാണ് ഇവിടെ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പക്ഷേ അത് അതുപോലെ തന്നെ ആയിരിക്കണം ആ കട്ട് ഓഫ്, അതുപോലെ തന്നെ ആയിരിക്കണം ആ മാർക്കെന്നൊന്നും ഒരിക്കലും വിചാരിക്കില്ല. കാര്യം അത് ഓരോ പ്രാവശ്യത്തെ എക്സാമിൻ്റെ നിലവാരം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നോക്കാം. കാറ്റഗറി നമ്പർ 517/2022 ആയിരുന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2/9/2024 അപ്പോൾ നിലവിൽ ഉള്ളൊരു റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ അത് 9/2027 വരെ ആ റാങ്ക് ലിസ്റ്റ് വാലിഡ് ആയിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പക്ഷേ എന്നാൽ അടുത്ത എക്സാമിന് വേണ്ടി ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവാൻ വരെ ഒന്നും ആരും കാത്തിരിക്കത്തില്ല, അല്ലെ PSC കാത്തിരിക്കത്തില്ല. ഈ 2027 കഴിഞ്ഞിട്ട് ഇനി എക്സാം കാണത്തുള്ളൂ എന്നൊന്നുമില്ല. എന്താണ്, PSC ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ അവർ ഈ എക്സാം കണ്ടക്ട് ചെയ്ത് പുതിയ റാങ്ക് ലിസ്റ്റും അവർ പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റേത് ആ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് മുന്നേ അവരെന്ത് ചെയ്യും, അടുത്ത റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സാം ഒരു 6-7 മാസത്തിനുള്ളിൽ വരും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ കട്ട് ഓഫ് എത്രയായിരിക്കും, കട്ട് ഓഫ് എത്രയായിരുന്നു, 59.67 ആയിരുന്നു ലാസ്റ്റ് ടൈം കട്ട് ഓഫ്. അത്യാവശ്യം ഒരു എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നു. ഒത്തിരി ടഫായിട്ടുള്ള എക്സാം ഒന്നും അല്ലായിരുന്നു ലാസ്റ്റ് ടൈം, വളരെ എളുപ്പമായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്താണ് കട്ട് ഓഫ് 59.67 വന്നിരിക്കുന്നത്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്തേക്കുന്നത് നോക്കിയേ 83.33 ആയിരുന്നു മാക്സിമം മാർക്ക്.
അത് ആ ഒരു എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ വെച്ചാണ് ഈ പ്രാവശ്യം എന്തായിരിക്കും എന്നുള്ളത്, അത് ഓരോ എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് റിസീവ്ഡ് ടോട്ടൽ 10,787 പേരാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ കൺഫർമേഷൻ കൊടുത്തത് 9,327 മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അതായത് ഏകദേശം ഒരു 9,000 പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 8,500 9,000 പേര് അറ്റൻഡ് ചെയ്യുന്ന എക്സാം ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും പേരുടെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പീറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. അതിലൊരു ആദ്യത്തെ 100-ലോ അല്ലെങ്കിൽ ഒരു 200-ലോ എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളെപ്പോഴും ഓർത്തോണം. സാധാരണഗതിയിൽ ഒരു PSCയുടെ ഒരു ജനറൽ എക്സാം വരുന്ന കണക്ക് ഒരു ലക്ഷക്കണക്കിന്, അല്ലെങ്കിൽ 3 ലക്ഷം 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം എന്ന് പറയുന്ന നമ്പറൊന്നും ഇവിടെ വരുന്നില്ല. അത്യാവശ്യം പ്രിപ്പയർ ചെയ്താൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം 9,327 പേര്, അല്ലെങ്കിൽ ഒരു 9,000 റൗണ്ട് ചെയ്ത് 9,000 പേര് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തെങ്കിൽ അതിൽ നിന്നും 950 പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് PSC പബ്ലിഷ് ചെയ്തത്. അത്രയും പേരിൽ നിന്നും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും പേരുടെ 950 പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് PSC പബ്ലിഷ് ചെയ്തത്. അതിൽ 606 പേര് ഉൾപ്പെടുന്ന ഒരു മെയിൻ ലിസ്റ്റ് ആയിരുന്നു. PSCയുടെ 606 പേര് ഉൾപ്പെടുന്ന ഒരു വലിയ മെയിൻ ലിസ്റ്റ് ആയിരുന്നു PSCക്ക് ഉണ്ടായിരുന്നത്. 121 പേർക്ക് ഇതുവരെ എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇതുവരെ ജോലി ലഭിച്ചവർ 121 പേരാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലായി, നമുക്ക് അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്താൽ, അത്യാവശ്യം ഒന്നല്ല നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടാൻ പറ്റും. അതിൽ തന്നെ വളരെ കോമ്പറ്റീറ്റീവായിട്ട് നല്ല രീതിയിൽ ഒന്ന് മത്സരിക്കുകയും നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്താൽ ടോപ്പ് റാങ്കിൽ എത്തുകയും ചെയ്താൽ നമുക്ക് ജോലി നമുക്ക് ഉറപ്പാക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. ഗസറ്റ് ഡേറ്റ് 35 ആണ് ഗസറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏതാണ്, 1/7/2026 ആണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. നമ്മൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ, നമ്മുടെ ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നവർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ അപ്ലൈ ചെയ്യാനോട് ശ്രദ്ധിക്കുക, അത് മറന്നു പോകാതിരിക്കാൻ നോക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓട്ടോമൊബൈലും മെക്കാനിക്കലും ഈ ഒരു ടോപ്പിക്കിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പം മെക്കാനിക്കലുകാർക്ക് ഓട്ടോമൊബൈൽ ടോപ്പിക്സ് എവിടെ നിന്ന് തുടങ്ങണമെന്നും അല്ലെങ്കിൽ അതിൻ്റെ റഫറൻസ് ബുക്കുകൾ ഏതൊക്കെയാണെന്നും ഏത് ലെവലിൽ പഠിക്കണമെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ കാണും. അതുപോലെ തിരിച്ച് ഓട്ടോമൊബൈൽ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളവർക്ക് മെക്കാനിക്കലിൻ്റെ സബ്ജക്ട്സ് അത് എത്രമാത്രം ഡീപ്പായിട്ട് പോകണം, അല്ലെങ്കിൽ എത്രമാത്രം അല്ലെങ്കിൽ ഏതൊക്കെ റഫറൻസ് ബുക്കുകൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ടാണ്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്ക് വെച്ച് തുടങ്ങണമെന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഡൗട്ടുകൾ കാണും. കാര്യം രണ്ടും നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ എല്ലാ സബ്ജക്ട്സും പഠിക്കുന്നുണ്ടാവത്തില്ല. നിങ്ങളുടെ ഡിപ്ലോമ അല്ലെങ്കിൽ BTech പഠനത്തിൽ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നുണ്ടാവത്തില്ല. അപ്പോൾ കുറച്ചൊക്കെ കൺഫ്യൂഷൻസ് കാണും. അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. യദു സാറാണ് വെബിനാർ എടുക്കുന്നത്. എങ്ങനെ പഠിച്ചു തുടങ്ങാം, AMEക്ക് വേണ്ടി എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്ന് പറയുന്ന വെബിനാർ നമ്മൾ ജൂൺ 1 7 മണിക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെബിനാറിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ഓഫറിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ഒരു ലോങ് ടൈം ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MBAയുടെ ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന നമ്മളത് ഓൾറെഡി നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതുമാണ്. അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയും ജോയിൻ ചെയ്യാം. ആ ബാച്ചിൽ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഉൾപ്പെടുന്ന ഒരു ബാച്ചാണ് നമ്മൾ ആ ലോങ് ടൈം ബാച്ച് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ റെക്കോർഡഡ് ഒള്ളി ആയിട്ട് കുറച്ചുകൂടെ ഫീസ് കുറച്ച് നിങ്ങൾക്ക് റെക്കോർഡഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ റെക്കോർഡഡ് ഒള്ളി ആയിട്ടുള്ളൊരു ബാച്ചും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ എത്രയും വേഗം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇനിയും ഈ പറഞ്ഞ പോലെ എക്സാം ഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മാറ്റി വെക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് വളരെ കുറച്ച് സമയം കൂടെ നമ്മുടെ മുമ്പിലുള്ളൂ. ഒരു 7-8 മാസം നമ്മുടെ മുമ്പിലുണ്ടെന്ന് മാക്സിമം നിങ്ങൾ കൂട്ടുക. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യണം, നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇനി ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞാൽ മാക്സിമം 3 മാസം കൂടെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു സമയം നമുക്ക് പഠിക്കാൻ ചിലപ്പം പോരാതെ വരും. ഓക്കെ, അപ്പം നമ്മളെ മുമ്പിൽ ഇനിയും ആവശ്യത്തിന് സമയമുണ്ട്. ഒട്ടും സമയം കളയാനില്ല, പക്ഷെ പഠിക്കാനുള്ള സമയം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ഇനിയും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മാറ്റി വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മുടെ ലാസ്റ്റ് ടൈമുള്ള AMBAയുടെ റിസൾട്ടാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒട്ടനവധി റിസൾട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടുന്ന് സൂചിപ്പിക്കുന്നത്. ടോപ്പ് റാങ്കുകൾ ഉൾപ്പെടെ കുറേ അധികം സ്റ്റുഡൻസിനെ നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ പ്ലേസ്ഡ് ആക്കാൻ പറ്റിയെന്നുള്ള കാര്യമൊന്ന് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. പലരും അവരുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പാസിംഗ് ഔട്ട് സെറിമണി ഒക്കെ കഴിഞ്ഞ് ജോലിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികളുടെ ഫോട്ടോസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ റീസെൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കലിൻ്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ അല്ലെങ്കിൽ സ്മിത്തി, അതുപോലെ ടേണിംഗ്,
ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ഇതിൻ്റെയൊക്കെ ടോപ്പ് റാങ്കുകൾ നമുക്ക് NST അക്കാഡമിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളോട് ഈ സമയത്തൊന്ന് സൂചിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പോളിടെക്നിക് ലെക്ചറിൻ്റെത് അതെല്ലാം നമുക്ക് ടോപ്പ് റാങ്കുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആ ഒരു രീതിയിലായിരിക്കും മാക്സിമം നിങ്ങൾക്ക് കണ്ടന്റുകൾ തരിക, ഏറ്റവും നല്ല ഫാക്കൽറ്റീസിൻ്റെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസിൻ്റെ കണ്ടന്റുകൾ തരിക, അതിലൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നിങ്ങൾക്ക് തരിക, മോക്ക് ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും ടോപ്പിക് ടെസ്റ്റുകളും ഒക്കെ വെച്ചിട്ട് മാക്സിമം ആ ഒരു പോസ്റ്റിന് വേണ്ടി അല്ല ഒരു എക്സാമിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് ഇറക്കി വിടുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പോസ്റ്റിനെ പറ്റി ഇനിയും കൂടുതൽ അറിയാനും പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാനും അതുപോലെ തന്നെ ഫ്രീ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഫ്രീ ക്ലാസ്സസും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.